എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഈ കേരളപ്പിറവി ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കഴിഞ്ഞ ദിവസം എനിക്കെതിരെ ഒരു പരാതി കേരള സൈബർ പോലീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആരാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കപ്പ് കിട്ടാതെ പോയ പ്രിയപ്പെട്ട സുഹൃത്തിന് ആ കപ്പ് കിട്ടാത്തതിലുള്ള വിഷമത്തെ തുടർന്ന് അന്ന് മുതലുണ്ടായിട്ടുള്ള പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ കൂടി കഴിഞ്ഞ വർഷം ഞാൻ പറയാത്ത കാര്യത്തിന് എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു. ഇത്തവണ ഞാൻ സർക്കാസ്റ്റിക്കലി പലതവണ ആവർത്തിച്ച് പറഞ്ഞ സമയത്ത് അത് മനസ്സിലാക്കാൻ ബോധമില്ലാതെ, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യത്തെ ഉൾക്കൊള്ളാതെ, അതിനകത്ത് ഈ പറഞ്ഞ ഇതേ വെറുപ്പും വിദ്വേഷവും പകയും ഒക്കെ വെച്ചുകൊണ്ട് പിന്നെയും കൊണ്ട് പരാതി കൊടുത്തു. രണ്ടായാലും ഒരു ദിവസത്തെ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് ഞാൻ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ആ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പേര് പോലും പറയാതെ പറഞ്ഞ സമയത്ത് എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുക്കാൻ തോന്നിയ ആ മഹാമനസ്കതയും ആ സ്നേഹവും ഒക്കെ ധന്യാരാമൻ എന്ന് പറയുന്ന ഒരു ദളിത് ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് പേര് വെച്ച് ആദിവാസികളുടെ ഫണ്ട് തട്ടിച്ച് ആദിവാസികളുടെ പേരിൽ മാസ്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് 1.5 കോടി രൂപ പറ്റിച്ചു എന്ന് പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഫോട്ടോ വെച്ച് സംസാരിച്ചിട്ട് എന്ത് പരാതി കൊടുത്തെന്ന് എനിക്കറിയത്തില്ല. ഫോട്ടോ വെച്ചും വീഡിയോ ഉൾപ്പെടെയും ധന്യാരാമൻ പറഞ്ഞിട്ട് ധന്യാരാമനെതിരെ എന്ത് നിയമ നടപടി സ്വീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറഞ്ഞ പക്ഷം വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വന്നപ്പോൾ അതിനെതിരെ ഒരു നിയമ നടപടി പോലും സ്വീകരിക്കാതെ ഇങ്ങനെ എനിക്കെതിരെ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് കേരള സൈബർ പോലീസിനെ ഉപദ്രവിക്കരുതെന്ന് പറയുകയാണ്. അവർക്ക് ഒരുപാട് പണികൾ ഇവിടെ ഉണ്ട്. അവർ അവരുടെ കാര്യം ചെയ്യുന്നുണ്ട്. അവർ എന്നെ വിളിച്ചു, എന്നോട് സംസാരിച്ചു, ഞാൻ അവിടെ പോയി എൻ്റെ ഭാഗം ഞാൻ സംസാരിച്ചു. ഇനി അതിൻ്റെ പേരിൽ എന്ത് നിയമ നടപടി എനിക്ക് നേരിടേണ്ടി വന്നാലും ഞാൻ അതിനെ നേരിടാൻ തയ്യാറാണ്. പക്ഷേ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ വരുന്ന സമയത്ത് ജനങ്ങൾ ആ ഷോയിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെ കുറിച്ച് സംസാരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം വേണം. അത് പോസിറ്റീവ് ആകും, നെഗറ്റീവ് ആകും. പോസിറ്റീവ് ആകുന്നതിനും കയ്യിലിരിപ്പ് കൊണ്ടാണ്, നെഗറ്റീവ് ആകുന്നതും കയ്യിലിരിപ്പ് കൊണ്ടാണ്. അപ്പം കയ്യിലിരിപ്പ് കൊണ്ട് നെഗറ്റീവ് ആയതിന് മറ്റുള്ളവരെ പഴിച്ചിട്ട് കാര്യമില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കുക. കേരളത്തിൽ കിടന്ന് നിങ്ങൾക്കെതിരെ പറയുന്ന ഓരോ ആൾക്കാർക്കെതിരെയും കേസ് കൊടുക്കാതെ ഗുരുതരമായ ഒരു അലിഗേഷൻ, 1.5 കോടി രൂപ ആദിവാസികളുടെ പേരും പറഞ്ഞ് പറ്റിച്ചു എന്ന് പറഞ്ഞ ഒരു അലിഗേഷന് മറുപടി പറയാൻ പറ്റുമെങ്കിൽ അതിനുള്ള മറുപടി പറയാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് 1000 കേരളപ്പിറവി ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്.